അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു വീഡിയോ കാണാനിടയായി. പ്രായം ചെന്ന ഉപ്പയെ ഒരു ചെറുപ്പക്കാരന് മുഖത്തടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നു. വേറൊരാൾ അത് വീഡിയോ പകർത്തുന്നു, എന്നിട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നു. അത് കണ്ടപ്പോൾ കൽബ് പൊട്ടിപ്പോയി. അവർ പറയുന്നത് ആ പ്രായം ചെന്ന ഉപ്പയാണ് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് നാട്ടിലെ 3 ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കിയത്. അതുകൊണ്ടാണത്രേ ആ ഉപ്പയെ അവരടിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ അന്നെ കാണിച്ചു തരാം. എന്താ കരുതിയത്? അന്നെ തച്ച തന്നെ എന്തിനാ തച്ചോ? ഇവിടെ കള്ളു പിടിച്ച കള്ളു ഇവിടെ നടക്കുന്നത് കണ്ടിന്ന് വെച്ച് 3 കല്യാണം ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇച്ച് പറഞ്ഞിട്ടില്ല വെച്ച് പറഞ്ഞ 3 ആൾക്കാരുണ്ട്. അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. ഇടുക്ക വീഡിയോ അന്റെ താരം ഞാൻ അടിച്ചു ഞാൻ പൊളിച്ചു. ഇച്ച് എന്താ കരുതിയത്? ഞങ്ങള് ഇച്ച് 3 കല്യാണം ഇവിടെ മുടക്കിയിട്ടുണ്ട്. 3 അന്റെ കുട്ടിയല്ലേ ഇച്ച് ഭർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇന്നലെ അന്റെ എത്തോടെ വന്ന് ഇന്റെ ആളെ നല്ല എൻക്വയറി നടത്തിയാണ് പറഞ്ഞിട്ടില്ല. ഇവിടെ 4 ആൽമല ഇപ്പം ബെല്ലമ്പന്റെ ഭാഗം 4 ആൽമല ഇന്നിന്റെ അടുത്തുനിന്ന് കിട്ടും. ഞാൻ പറഞ്ഞതാ ഇന്റെ അടുത്ത് സങ്കടം വരുന്നുണ്ടല്ലേ. ഇതുപോലെ 2-3-4 ക്ലിപ്പുകളുണ്ട്. അതിൽ ഈ ഉപ്പയുടെ മുഖത്തടിക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതിൽ കാണിക്കുന്നില്ല. ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടാണ് അവരുടെ കല്യാണം മുടക്കിയതെങ്കിൽ ആ ഉപ്പ തീർച്ചയായിട്ടും തെറ്റുകാരനാണ്. ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് കല്യാണം മുടക്കിയതെങ്കിൽ ആ ഉപ്പ തെറ്റുകാരനല്ല. ഏതായാലും അവർ പറയുന്നത് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടാണ് 3 ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർത്തും ആ ഉപ്പ തെറ്റുകാരനാണ്. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുകയല്ല. അയാൾ ചെയ്തത് 100% തെറ്റാണ് എന്ന് വെച്ച് അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി അത് വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുഖത്തടിച്ചുകൊണ്ട് ആ വീഡിയോ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ അഭിമാനത്തിനാണ് ക്ഷതം വരുന്നത്. ആ മനുഷ്യന് മാത്രമല്ല, ആ ഉപ്പക്കൊരു കുടുംബമില്ലേ, ഭാര്യ ഉണ്ടാവൂലേ, മക്കളുണ്ടാവൂലേ, അവരെത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. അവരുടെ വീടിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അടിക്കുന്നത്, ചീത്ത പറയുന്നത്. റോട്ടിലൂടെ മക്കൾ നടക്കുമ്പോൾ ഇതാ കല്യാണം മുടക്കുന്ന ആളുടെ മോളല്ലേ, ഇതാ കല്യാണം മുടക്കുന്ന ആളുടെ മോനല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എത്രത്തോളം വേദനാജനകമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് വെച്ച് ഒരാൾ ചെയ്ത തെറ്റ് അത് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? ഈ ചെറുപ്പക്കാർ വീഡിയോ എടുത്തിട്ടുണ്ടാക്കുക നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. ഇനി ആരും ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കരുത്, ഇത് കല്യാണം മുടക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ് എന്നുള്ള ഉദ്ദേശത്തോടായിരിക്കാം അവർ വീഡിയോ എടുത്തിട്ടുണ്ടാകുക. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഇത് ഞാൻ ഇസ്ലാം മതവിശ്വാസികളോടാണ് പറയുന്നത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ അവന് അർഹതയില്ല. ഇസ്ലാം അതിന് അനുവദിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഔറത്ത് വെളിവാകുകയാണ്. ആ ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഔറത്ത് ഒന്നും കൂടെ വെളിവാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ആ ഔറത്ത് മറക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ നമ്മൾ പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, അത് മറച്ചു വെക്കണം. ആദരവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വ മാലുഹു വ ഇർദുഹു. ഓരോ മുസ്ലിമിനും മുസ്ലിമിൻ്റെ മേൽ ഹറാമാണ് അവൻ്റെ രക്തവും അവൻ്റെ സമ്പത്തും അവൻ്റെ അഭിമാനവും. അപ്പോൾ ഒരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നത് അത്രത്തോളം വേദനാജനകമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്. ഞാൻ പിന്നെയും പറയുകയാണ്, അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെ ആയിരിക്കാം, പക്ഷേ ആ തെറ്റിനെ നമ്മൾ പരസ്യപ്പെടുത്തുകയല്ല വേണ്ടത്. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ സതറ ഔറത അഖീഹിൽ മുസ്ലിം സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരൻ്റെ ഔറത്തിനെ, ന്യൂനതയെ, തെറ്റിനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തെറ്റിനെ മറച്ചു വെക്കുന്നതാണ്. ഇനിയോ
ഒമൻ കശഫ ഔറത്ത അഖീഹിൽ മുസ്ലിം കശഫ അല്ലാഹു ഔറത്തഹു. ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ന്യൂനതയെ, തെറ്റിനെ വെളിപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തെറ്റിനെ വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെയും ന്യൂനത വെളിവാക്കരുത്. ഇനി ആരെങ്കിലും അങ്ങനെ വെളിവാക്കിയാൽ, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഭിമാനത്തിനെയും ക്ഷതമേൽപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാടി നടക്കുകയല്ല വേണ്ടത്, അത് മറച്ച് വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ആരെങ്കിലും കല്യാണ അന്വേഷണവുമായി വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും, ആ ചെറുപ്പക്കാരൻ നല്ലവനാണോ, അല്ലെങ്കിൽ കള്ള് കുടിക്കാറുണ്ടോ, ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഉള്ളത് പറയണം. അവൻ നല്ലവനാണെങ്കിൽ നല്ലവനാണ്, അവൻ കള്ളൊന്നും കുടിക്കാറില്ല, തെറ്റുകളൊന്നും ചെയ്യാറില്ല എന്ന് തന്നെ വ്യക്തമാക്കി പറയണം. ഇനി അങ്ങനെ മദ്യപാനിയാണെങ്കിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് തന്നെ പറയണം. അല്ല എങ്കിൽ ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് അവിടെ കോഞ്ഞാട്ടമാവാൻ പോകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കല്യാണ അന്വേഷണവുമായി വന്നു കഴിഞ്ഞാൽ ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ കല്യാണ മുടക്കികൾ നമ്മൾ എന്താ ചെയ്യുക? നാട്ടിൽ കല്യാണം മുടക്കുന്ന ആളുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരും. പക്ഷേ സാമൂഹ്യദ്രോഹികളായ കല്യാണ മുടക്കികൾ ആ ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കും. അതെത്ര വലിയ തെറ്റാണെന്നറിയോ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ, അള്ളാഹിൻ്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ ഈ കല്യാണം മുടക്കൽ എന്ന് പറയുന്നത്? ശൈത്വാൻ്റെ പണിയാണ്. അതുകൊണ്ട് ആ പണിക്ക് നാം ഒരിക്കലും തുനിയരുത്. അങ്ങനെ കല്യാണം മുടക്കുന്ന ആളെ പിടികൂടി കഴിഞ്ഞാൽ നമ്മളവരെ കൈകാര്യം ചെയ്യല്ല വേണ്ടത്, മറിച്ച് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം, വാണിംഗ് കൊടുക്കണം. പിന്നെയും അവർ മുതിരുകയാണെങ്കിൽ, കല്യാണം മുടക്കാൻ മുതിരുകയാണെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നാട്ടിലെ കാര്യപ്പെട്ട കാരണവന്മാരുണ്ടല്ലോ, അവരുമായിട്ട് ചർച്ച നടത്തി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നമ്മൾ പരസ്യപ്പെടുത്തുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മനുഷ്യൻ്റെ ന്യൂനതയെ വെളിപ്പെടുത്താൻ പാടില്ല, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അള്ളാൻ്റെ ഹബീബല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളത് ചെയ്യരുത്. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യം ചെയ്തത്, നിങ്ങളൊന്ന് ഉണർത്തിയതാണ്. ഇനിയെങ്കിലും ഒരാളുടെയും അഭിമാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.